മലരെ എന്ന് പറഞ്ഞ സോങ് അതിൻ്റെ അനുപല്ലവി ആദ്യമായിട്ട് കേൾക്കുന്നത് ഞാനൊക്കെയാണ്. ഞാൻ ജസ്റ്റിൻ, രാജേഷ് മുരുകേഷൻ, ശബരീഷ് വർമ്മ. അനുപല്ലവി ആയിട്ടില്ലെന്ന് തെളിമാനം മഴവില്ലൻ ആ സോങ് ലൈക്ക് പല്ലവി ആയിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും പാടി നടക്കുന്നുണ്ട്. ബാക്കി മ്യൂസിക് മാത്രമേ ഉള്ളൂ, അനുപല്ലവി ആയിട്ടില്ല. അൽഫോൺസ് കുറേ നാളായിട്ട് ശബരി അടുത്ത് ചോദിക്കുന്നുണ്ട്, എടാ അനുപല്ലവിയുടെ ഷൂട്ട് പതിയെ നടക്കുന്നുണ്ട്. കോളേജ് പോർഷൻസും പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് UC കോളേജിൽ. അപ്പോൾ അന്നൊരു ദിവസം എനിക്ക് ഷൂട്ടില്ല, ശബരിക്ക് ഷൂട്ടില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ റൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഡോറിൽ നോക്ക്, എൻ്റെ ഡോറിൽ നോക്ക് ഞാൻ തുറന്നത്തേക്കും ഞാൻ നിവിൻ്റെ റൂമിലാണ്. ശബരി കിട്ടി 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 എന്ന് പറഞ്ഞിട്ട് പോന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വണ്ടിയുണ്ട്, ഒരു സെൻ എടുത്തിട്ടുണ്ട് ഞാനന്ന്, യെല്ലോ കളർ സെന്ന് അന്ന് സിനിമയിൽ നിന്ന് കിട്ടിയ ചെറിയൊരു ഇത് വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ വണ്ടി എടുക്കും പോ രാജേഷിൻ്റെ അടുത്തേക്ക് വന്ന് പോണത്തറയിലന്ന് രാജേഷിൻ്റെ വീട്ടിൽ സ്റ്റുഡിയോ സെറ്റപ്പൊക്കെ ഉണ്ട്. ഞാൻ എനിക്ക് അനുപല്ലവി കിട്ടി ഇപ്പം തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നേരെ ഇവിടുന്ന് വിട്ടടിച്ച് പോവാണ്. നേരെ വിട്ടടിച്ച് തൃപ്പൂണിത്തുറ അവിടുത്തെ ജസ്റ്റിൻ നമ്മൾ കോണ്ടാക്ട് ചെയ്യണം, അവനൊന്നും ഷൂട്ടില്ല. അപ്പോൾ അവനും അങ്ങോട്ടേക്ക് വന്നു. അവിടെ ചെന്നിട്ട് അവിടെ ലൈവായിട്ട് പരിപാടി ശബരി ഒന്ന് പാടാണ്. പാടി കഴിഞ്ഞപ്പോഴത്തേക്കും പരിപാടി ഓൺ. അത് ഭയങ്കര രസം. ഞങ്ങൾ അവിടെ ചെന്ന് അപ്പം തൊട്ട് പിന്നെ ഈ റെക്കോർഡ് ചെയ്ത പരിപാടികൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളിങ്ങനെ ഫുൾ ഓൺ ഇതന്നെ പാടിക്കൊണ്ടിരിക്കുന്നു. മലരേ നിന്നെ കാണാതിരുന്ന അത്രയും എന്താ പറയുക. അന്ന് സായി അഭിനയിച്ച് തുടങ്ങി കഴിഞ്ഞു, സായിനെ കണ്ടും തുടങ്ങി. അതുപോലെ തന്നെ അഭിനയം നടന്നുകൊണ്ടിരിക്കുകയാണ് പാരലലി അവിടെ. ആ സമയത്താണ് അപ്പോൾ എല്ലാവർക്കും മലർ അല്ലെങ്കിൽ സായി അഭിനയിച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര അന്നേ വർക്കാണെന്നുള്ളത് നമുക്കറിയാം. നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് തന്നെ സായി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ ഭയങ്കര അടിപൊളിയായിട്ട് മലറിനെ ക്യാരി ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് തന്നെ മലറിനോട് ഭയങ്കര ഒരു ക്രഷും പ്രേമവും അങ്ങനത്തെ ഒരു ഇതാണ്. അത്ര ഇതിലാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതും കൂടി നിന്നിട്ട് ഇപ്പോൾ ഓൾറെഡി സായി അവിടെ ഉണ്ട്, മലരുണ്ട്. മലരാരാന്നുള്ളത് നമുക്കറിയാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഇവൻ നിങ്ങ് പാടാണ് ശബരി. അപ്പോൾ ഭയങ്കര ഫീലായിരുന്നു. അത് എനിക്ക് വേറെ ആർക്കും അല്ല, അത് കിട്ടിയിട്ടുണ്ടായിരിക്കും. എനിക്ക് ആദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ടോ, അതായത് ഒട്ടും കൺവെൻഷനൽ ആയിട്ടുള്ളൊരു നായികയല്ല സായി പല്ലവി അന്ന് കാസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇന്ന് അവർ രൺബീർ കപൂറിൻ്റെ ഇന്ത്യയിലത്തെ ഏറ്റവും അധികം കോസ്റ്റ്ലിയസ്റ്റ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള രാമായണിലെ നായികയാണ്, സീതയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ അവർ അത്ര സ്പെഷ്യലായിട്ട് കണ്ടതെന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ട് എന്താ ഡിസ്കവർ ചെയ്ത് അവരിൽ എന്ന് ചോദിച്ചിട്ടുണ്ടോ? റിയാലിറ്റി ഷോ വിജയ് ടി വിയിൽ ഇവർ ഡാൻസ് കണ്ടിട്ടാണ് അൽഫോൺസ്. അത്രയും എനർജിയും ഇതായിട്ടുള്ള ഡാൻസായിരുന്നു അതിൽ. അൽഫോൺസ് പോലെ തന്നെ ഭയങ്കര ഫാനായതാണ്. അന്നേ ഈ പറഞ്ഞ പോലെ കാസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ സിനിമ ഇറങ്ങുമ്പോൾ ഇവരെ ഇതിൽ എന്തെങ്കിലും കാസ്റ്റ് ചെയ്യണം എന്നൊക്കെ. അൽഫോൺസിന് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അവൻ പണ്ടേ ഡാൻസ് കളിക്കും, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഡാൻസ് കളിക്കുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അന്നേ നോട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ക്രീൻ ടെസ്റ്റിന് ഞാനൊക്കെ പോയിട്ടുണ്ട്. കോയമ്പത്തൂർ ഞാൻ ഉണ്ട്, സായിയുടെ വീട്ടിൽ സായിനെ കാണാൻ പോകുമ്പോൾ ഞാനൊക്കെ ഉണ്ട്. ഞാനുണ്ട്, ആനന്ദുണ്ട് ക്യാമറമാൻ, ശബരി ഉണ്ട്, അൽഫോൺസ് ഉണ്ട്. ഞങ്ങളൊക്കെ പോയിട്ട് അവിടെ പോയി സായിയുടെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. ഒരു വെജാണ്, വെജ് ഇതാണ്. എത്രയും അടിപൊളി വെജ് ഫുഡ് ഞാൻ വേറെ കഴിച്ചിട്ടില്ല കേട്ടോ. ഉഗ്രം ഫുഡായിരുന്നു. അവരുടെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അതുപോലെ തന്നെ സായിയുടെ ചുമ്മാ വീഡിയോസും സംസാരിക്കുന്ന വീഡിയോസും അതൊക്കെ എടുത്തിട്ട് പോന്നു. അങ്ങനെയാണ് പിന്നെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോഴേ തീരുമാനിച്ചായിരുന്നു. കാരണം അത്രയും ഭയങ്കര ഒരു ഓറയും ഒരു ഗ്രേസും പരിപാടികളും ഉണ്ടായിരുന്നു. അപ്പോഴേ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു മലർ സായി എന്നുള്ളത്. അപ്പോൾ ബാക്കി ഇതിനായിരുന്നു പിന്നെ പണി, ബാക്കി 2 ക്യാരക്ടേഴ്സ് സെറ്റാവാനായിട്ട്. ഞാൻ കേട്ടിട്ടുണ്ട് മേരി അവനും സെലിന അവനും ഇന്ന് മലയാളത്തിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരുപാട് നായകന്മാർ ഓഡിഷൻ വന്നിട്ടുണ്ട്. സത്യമാണോ? ആ ഉണ്ട്. അവരെ കുറേ പേരെ ഓഡിഷൻ കണ്ടിട്ടുണ്ടല്ലേ? ഓഡിഷൻ ഞാനായിരുന്നു നിവിൻ്റെ ഡ്യൂപ്പ്. അവന് ഷൂട്ടായിരുന്നല്ലോ, നമുക്ക് ഷൂട്ടൊന്നുമില്ല. അപ്പോൾ ഓഡീഷൻസിനും പരിപാടികളിലൊക്കെ ഞാനാണ് ഇരുന്നത്. ഇപ്പോൾ നായികമാരുടെ കൂടെ കാര്യങ്ങളൊക്കെ ഓഡീഷനിൽ നിന്നത് ഞാനാണ്. അതുപോലെ തന്നെ വേറെ ക്യാരക്ടേഴ്സിൻ്റെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ വിനയ് വന്നിട്ടുണ്ടായിരുന്നു. വിനയ് ഫോർട്ടിൻ്റെ ഓഡിഷൻ നമ്മുടെ പൊരാന്ന് പറയുന്ന ആ വീട്, ആ ഹോസ്റ്റൽ എന്നുള്ള വീടിന് നമ്മൾ പൊരാന്ന് വിളിക്കുന്നത്. ആ വീട്ടിൽ വിനയ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും വിനയും കൂടിയാണ് അഭിനയിക്കുന്നത്. സൗബിൻ്റെ ക്യാരക്ടർ ഞാൻ നിന്നിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അതൊരു പ്രാക്ടീസാണല്ലോ. അതങ്ങനെ ഒന്ന് ഒരുപാട് പേരുടെ കൂടെ ഞാനും
അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന ഒരുപാട് ഇപ്പോൾ പ്രൊമനൻ്റ് ആയിട്ടുള്ള ഒരുപാട് നായികമാർ അതിനകത്ത് ഓഡീഷൻ വന്നിട്ടുണ്ട്. എന്താ പല പ്രധാനപ്പെട്ട റോളുകൾ ചെയ്യുന്നവരും വന്നിട്ടുണ്ട്. ഒന്നുണ്ട്. കുറച്ച് പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിങ്ങനെ മേരിയുടെ റോളിലേക്ക് വന്നിട്ടുണ്ട്, എക്സൈലിൻ്റെ റോളിലേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ. പക്ഷെ അവിടെയും ആ പിക്ക് വളരെ കറക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അനുപമ പരമേശ്വരനും അത് അവരല്ലാതെ വേറെ ആരെയും അതിലേക്ക്. അതെ അതെ. അപ്പം അത്രയും പ്രീ വർക്ക്സും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രേമത്തിലേക്ക് ഇറങ്ങുന്നതും. പിന്നെ ഈ പറഞ്ഞല്ലോ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ കോളേജിലാണ് ഷൂട്ട്. കോളേജിലാണ് ഫസ്റ്റ് സ്കെഡ്യൂൾ എന്ന് പറയുന്ന കോളേജ് പോർഷനാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കഫേ അഗാപ്പെ എന്നുള്ള പോർഷൻ, തേർഡ് ഫേസ് അത് കഴിഞ്ഞിട്ട് എടുത്തു. അപ്പോൾ താടി ഫസ്റ്റ് താടി വെച്ചിട്ടുള്ള പരിപാടി എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ താടി പഠിക്കുന്നു, മീശ വെച്ചിട്ടുള്ള പരിപാടി. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന +2 അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം എടുക്കുന്നത്. ആ സമയത്ത് കോളേജും കൂടിയാണല്ലോ, ഫുൾ ഓണാണ്. നമ്മൾ ഭയങ്കര യങ് ആയിട്ടുള്ള ടൈമാണല്ലോ. ആ ടൈമിൽ ഫുള്ള് കോളേജ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഇട്ട് നല്ല ചാർജിലായിരുന്നു എല്ലാവരും നല്ല കട്ട ചാർജിലായിരുന്നു. ഫുൾ ഓൺ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഡാൻസിൻ്റെ സീൻ പറയാം. അതിൽ റോക്കാങ്കുത്ത് സോങ്. അപ്പോൾ ഷൂട്ടില്ലാത്ത സമയത്ത് ഞാൻ നിവിൻ ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാനും കിച്ചുണ്ട്, ശബരിയില്ല. ഷോട്ട് കഴിഞ്ഞാൽ അപ്പം മുണ്ടെടുത്ത് കൊടുക്കും, വയറിളക്കം വരുന്നു, പൊറോട്ടയും ബീഫും കഴിച്ചാണ് അത് വെച്ചാണ് ഡാൻസ് കളിച്ചത്. 48 മണിക്കൂറൊക്കെ ഷൂട്ടുണ്ടായിരുന്നു, ഡാൻസ് പരിപാടിയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് ഡാൻസ് കളിച്ചത്. ഓണായിരുന്നു. കൈയടിക്കുമ്പോൾ ഷോട്ട് കട്ടറിഞ്ഞ് അപ്പം മുണ്ടെടുത്തിട്ട് ഹോളിൻ്റെ അപ്പുറത്ത് വാഷ്റൂം ബാത്റൂം ഉണ്ട്, അവിടെ പോകായിരുന്നു. അയ്യോ ആൾക്കാർ ആയിരുന്നു. പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം ഈ ക്ലാസ് റൂമിലിരിക്കുന്ന പിള്ളേർ ഇവരൊക്കെ ഓഡീഷൻ ചെയ്ത് എടുത്തത്. അപ്പോൾ ഇവരൊക്കെ ഉണ്ട് ഫുൾ ഓൺ. അതായത് ഒരു കോളേജ് ഫീൽ തന്നെ ആയിരുന്നു. ഇപ്പോൾ ഈ ആർട്സ് ഡേ നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ ശരിക്കും ആർട്സ് ഡേ നടക്കുന്ന പോലെ തന്നെ പരിപാടി തന്നെയായിരുന്നു. നമ്മൾ സ്റ്റേജിൽ നിന്ന് അതുപോലെ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. ഡാൻസ് ഫുള്ള് കൊറിയോഗ്രാഫി ചെയ്തിട്ട് ഫസ്റ്റ് ടേക്ക് തന്നെ ഇതുപോലെ തന്നെ എല്ലാവരും അവിടെ ഇരുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് മറ്റേ നാഗരയിൽ പാട്ടിടുന്നു, കേട്ടൺ പൊങ്ങുന്നു. നമ്മൾ ഈ പാരിഷിലും കോളേജിലൊക്കെ ചെയ്ത പോലെ തന്നെ നേരെ കേട്ടൺ പൊങ്ങുന്നു, പരിപാടി ഒറ്റയടിക്ക് അടിക്കുന്നു. പിന്നെ പല പല ആംഗിളുകളും സാധനങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ഓളമാണ്, അവരെയും ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പൊളിയായിരുന്നു. അങ്ങനെ ഭയങ്കര പൊളി മോഡിൽ ഷൂട്ട് ചെയ്തതാണ് ആ സോങ്ങൊക്കെ. പൊളിവിടെ ഞങ്ങളുടെ അടി പൊളിഞ്ഞിരിക്കുന്നു. അവിടെ ഞങ്ങളുടെ സിജുവിൻ്റെ ജേണി ഞങ്ങളുടെ ആരംഭിക്കുകയാണ്. ആസ് എൻ ആക്ടർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ അവിടെ നിന്ന് അങ്ങോട്ട് പതുക്കെ തുടങ്ങുന്നു. ഹാപ്പി വെഡിങ് വരുന്നു. സർപ്രൈസ് ഹിറ്റായിരുന്നു ആ സമയത്ത്. ആരും പ്രതീക്ഷിച്ചില്ല ആ സാധനം വർക്കാവുന്നു. ആൻഡ് അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഷറഫുദ്ദീനിൽ ഇത്രയധികം ഇളകി ആടാൻ കഴിവുള്ള ഒരാളുണ്ടെന്നും കൂടി അന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് വലിയൊരു സാധ്യതയാവുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പതുക്കെ ചെറിയ വേഷങ്ങൾ, ഐ മീൻ വെച്ചാൽ ചെറിയ സിനിമകളിൽ ഇങ്ങനെ രസമുള്ള വേഷങ്ങൾ ചെയ്ത് അങ്ങനെ പോകുന്നു. അവിടെ നിന്നാണ് ഏറ്റവും വലിയ റിസ്ക് എടുക്കുന്നത്. ഒരു വലിയ പ്രൊഡക്ഷൻ, വിനയൻ സാറിൻ്റെ ഡയറക്ഷൻ, 19 നൂറ്റാണ്ട് എന്നുള്ള സിനിമ, കുറേ സസ്പെൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവതരിപ്പിക്കുന്ന യുവതാരം എന്നുണ്ട്. അപ്പോൾ പല ഗസ്റ്റുകളുണ്ടായിരുന്നു. ചിലപ്പോൾ ടോവി എനിക്ക് സസ്പെൻസ് ആയിരുന്നു. അതല്ലേ എന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നുള്ള അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. കാരണം ഇത്ര വലിയ ബഡ്ജറ്റിൽ വരുന്നൊരു സിനിമ ആയതുകൊണ്ട്. അപ്പോൾ അന്ന് മൂല്യമുള്ള ആൾക്കാരെയും കാര്യങ്ങളും, അന്നല്ല ഇന്നുണ്ട്, മൂല്യമുള്ള ആൾക്കാരെയായിരിക്കും ആദ്യം ചൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആദ്യം അടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാൾ സാറിൻ്റെ വിളി ഉണ്ടായിരുന്നില്ല. പറഞ്ഞ പോലെ കുറേ പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻസിലേക്കൊക്കെ പോയി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്നെ മതി എന്നുള്ളൊരു സാധനത്തിലേക്ക് സാറ് ഡിസൈഡ് ചെയ്യുന്നത്. അതിന് വേണ്ടി പണിയെടുത്തൂല കുറേ. പിന്നെ പണിയെടുക്കാൻ എനിക്കിപ്പോഴും മടിയില്ല. പണ്ട് അത് ഒരു ക്യാരക്ടറിൻ്റെ ബിലീവബിലിറ്റിക്ക് കുറച്ചും കൂടി നല്ലതാണ്. അതായത് കുറച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലുക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പകുതി പണി അവിടെ കഴിഞ്ഞു. ഒരു ക്യാരക്ടറിൻ്റെ ലുക്ക് വൈസ് ആൾക്കാർക്ക് ഇയാൾ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഇപ്പം പേര് ആറാട്ടുപുഴ വേല ചെയ്ത പണി ആ കഥാപാത്രമായിട്ട് ആദ്യമേ ഓക്കെ വന്ന് നിൽക്കുമ്പോൾ അത് തോന്നി. ഇത് കഴിഞ്ഞ് പിന്നെ ബാക്കി പരിപാടി പെർഫോമൻസ് നമ്മൾ ഒന്ന് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പണികളോട് എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമുണ്ട്. പിന്നെ ആക്ഷൻ പരിപാടികൾ ഭയങ്കരമായിട്ട് താല്പര്യമുള്ളതാണ്. കാരണം ഫാദറിന് ഞാൻ പറഞ്ഞില്ല, ആക്ഷൻ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ജെറ്റ്ലി, ബ്രൂസ്ലി, അതുപോലെ ജാക്കി ചാൻ ഇവരുടെയൊക്കെ പടങ്ങൾ കാണുന്നത് പപ്പ സിനിമ കാണിക്കാൻ കൊണ്ടുപോയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഫിസ്റ്റ് ഓഫ് ഫ്യൂറി എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, ബിറ്റുണ്ട് അതിൻ്റെ അകത്ത്.
പുള്ളി എൻ്റെ കണ്ണൊക്കെ പൊത്തിയിട്ടുണ്ട്. ഞാൻ പക്ഷെ വിരലിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനത്തെ പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. കൗതുകമാണല്ലോ, കൗതുകം ലേശം കൂടുതലാണ് ആ പ്രായത്തില്, ഏത് പ്രായത്തിലും. അപ്പോൾ അത് അങ്ങനെയാണ് എനിക്ക് അങ്ങനത്തെ സിനിമകൾ, ആക്ഷൻ സിനിമകളും പരിപാടികളൊക്കെ ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത്. അപ്പോൾ എനിക്ക് പണ്ട് പോലെ ആക്ഷൻ ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യം ഉണ്ട്. ഇപ്പോൾ സിനിമയിൽ നമ്മൾ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ആക്ഷൻ പടങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കും ഫൈറ്റ് ചെയ്യാനുള്ളൊരു പരിപാടിയൊക്കെ തോന്നാറുണ്ട്. പക്ഷെ അത് എന്താ പറയുക, ഓരോ സിനിമകൾ വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ എബിലിറ്റി ഒക്കെ എന്താണെന്ന് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴേ നമുക്കത് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലാതെ വെറുതെ ഒരു സിനിമയിൽ ഇപ്പോൾ പ്രേമത്തിലെ ജോജു ഇപ്പോൾ അൽഫോൺസ് എടുത്ത് എനിക്കൊരു സ്റ്റണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല. ജോജു പൊട്ടനായിട്ടുള്ള ക്യാരക്ടറാണ്, ചെറിയ ശുദ്ധനായൊരു വിഡ്ഢി, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അയാൾക്ക് ആക്ഷനും പരിപാടിയുള്ള അതിനൊന്നും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ കഥാപാത്രത്തിൽ നിന്ന് എന്താണ് ചെയ്യാൻ പറ്റുക അത് ചെയ്യാമെന്നുള്ളതാണ് എപ്പോഴും ശ്രമിക്കാറ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴാണ് നമുക്ക് നമ്മുടെ ടാലൻറ്റുകൾ ഷോക്കേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോഴും എൻ്റെ ടാലൻറ്റുകൾ ഒളിച്ചിങ്ങനെ